പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫോക്കസ് ഓൺ ജീസസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ അഭിവാദ്യങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു തിരുവചനം നമുക്ക് വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഈ ഒരു തിരുവചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായതാണ്. നമ്മളെപ്പോഴും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു വചനമാണ്. ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അപ്പൻ അമ്മ മക്കൾക്ക് വേണ്ടി കരുതുന്നത് പോലെ നമ്മുടെ യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി കരുതുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു പേനായോ പെൻസിലോ, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവർ ആദ്യം വന്ന് പറയുന്നത് അപ്പനോടോ അമ്മയോടോ ആണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് എന്ത് ഭാരങ്ങൾ കടന്നു വന്നാലും, നമ്മൾക്ക് എന്ത് പ്രയാസങ്ങൾ കടന്നു വന്നാലും, നമ്മൾക്ക് എന്ത് ആവശ്യങ്ങൾ കടന്നു വന്നാലും ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ദൈവസന്നിധിയിൽ നാം പറയുവാൻ തയ്യാറാകണം. നമ്മുടെ കർത്താവിനോട് പറയുമ്പോൾ അവൻ നമ്മൾക്ക് വേണ്ടി കരുതുവാനായിട്ട് ഇടയാകും. ആമേൻ. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ പഠിക്കുമ്പോൾ അനേകരെ കർത്താവ് കരുതിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമുണ്ട്, ഹന്നയുണ്ട്, അതുപോലെ തന്നെ ഏലിയാവിനെ കിരീത്ത് തോട്ടിൽ കർത്താവ് കരുതുവാനായിട്ടിടയായി. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ, ആമേൻ, ഹല്ലേലൂയ, സിംഹത്തിൻ്റെ വായടച്ച് ദൈവം കരുതുവാനായിട്ടിടയായി. അങ്ങനെ പല സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ആമേൻ. വേഗത്തിൽ ഒരു ചെറിയൊരു ചിന്ത നിങ്ങളോട് പറയുവാനായിട്ട് ആമേൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കിക്കേ, നമ്മൾക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ ആമൻ കർത്താവ് കരുതുവാനായിട്ടിടയായി. അപ്പോൾ ദാനിയേലിനെതിരെ ഒരു കൂട്ടം വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആമൻ രേഖ എഴുതിയപ്പോൾ, ആമൻ ഒരു കൂട്ടം വ്യക്തികൾ അവൻ ദാനിയേലിനെ തകർക്കുവാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദാനിയേൽ ആമൻ ഒരു വ്യക്തിയോടോ അവിടെയുള്ള രാജാവിനോടോ അവിടെയുള്ള ആരോടും അല്ല പറഞ്ഞത്. അവൻ താൻ പതിവ് ചെയ്തു വരുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ദാനിയേൽ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. പ്രിയമുള്ളവരെ, അവൻ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും അവനെല്ലാം കടന്നു വരാം. ആമേൻ, ഹല്ലേലൂയ. അവൻ അത് നിന്നെ തകർത്ത് കളയുവാനല്ല, അത് നിന്നെ മുടിച്ചു കളയുവാനല്ല, അത് നിന്നെ നശിപ്പിക്കുവാനല്ല, പിന്നെയോ അവൻ നിന്നെ പണിയുവാനാണ്. നോക്കിക്കേ, ദാനിയേലിനെ തകർക്കുവാൻ ഒരു കൂട്ടം ജനം എഴുന്നേറ്റപ്പോൾ, ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റപ്പോൾ, അവൻ ആരുടെയും മുമ്പിൽ പോയി പരാതി പറയാതെ അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ താൻ പതിവ് ചെയ്തു വരുന്നത് പോലെ മുഴങ്കാൽ മടക്കുവാനായിട്ടിടയായി. അവൻ മുഴങ്കാൽ മടക്കിയപ്പോൾ അവൻ നോക്കിക്കേ, അവൻ ഹല്ലേലൂയ, ഇത് കണ്ടിട്ട് അവൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഇത് കണ്ടിട്ട് അവൻ എന്താ പറയുന്നത്? അവൻ ദാനിയേൽ, അവൻ എല്ലാവർക്കും അറിയാവുന്നതായ ഒരു കാര്യങ്ങളാണ്, അതാണ് ഞാൻ ഇങ്ങനെ ഓടിച്ച് പറയുന്നത്. നോക്കിക്കേ, അവൻ ദാനിയേൽ പതിവ് ചെയ്തു വരുന്നത് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ഇത് അവൻ കണ്ടപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് പറയുവാനായിട്ടിടയായി. അവൻ രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ മറ്റൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏത് മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിയിട്ടില്ലയോ എന്ന് ചോദിക്കുവാനായിട്ടിടയായി. അതിന് രാജാവ് അവൻ ഹല്ലേലൂയ പറഞ്ഞത്, ആ ഒരു കൽപ്പന അവൻ ഉണ്ടായിരുന്നു, എന്നാൽ ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതായി അവർ പറയുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അവൻ അങ്ങനെ ദാനിയേലിനെ
സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ഇടുവാൻ ആമൻ ഹല്ലേലൂയ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. നോക്കിക്കേ, ആമൻ രാജാവ് കൽപ്പന ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന ഇട്ടുവെങ്കിലും ആമൻ രാജാവിന് ആ രാത്രിയിൽ ഉറക്കം വന്നില്ല. കാരണം എന്താണോ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമൻ തകർക്കുവാനായിട്ട് കഴിയുകയില്ല. ആമൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്, ആമൻ രാജാവിന് ആ രാത്രിയിൽ ഉറക്കം വന്നില്ല. ദാനിയേലിനെ രാജാവ് വിളിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് തന്നെ ആമൻ രക്ഷിക്കുവാൻ പ്രാപ്തനായോ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, രാജാവ് ഒരു പക്ഷെ വളരെ സങ്കടത്തോടെ സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേലിനെ ഇട്ടപ്പോൾ അവൻ മരിച്ചുപോയി, അവൻ ഇനി അവൻ വരില്ല എന്നൊക്കെയുള്ള പ്രതീക്ഷ എന്നൊക്കെയുള്ളതായ ആ ഒരു സങ്കടത്തോടെ ആകുലതയോടെയൊക്കെയാണ് രാജാവ് സിംഹത്തിന്റെ ഗുഹയിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ നോക്കിക്കേ, അവൻ ദാനിയേലിനെ വിളിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, അവൻ ജീവം രാജാവിനറിയാം ദാനിയേൽ സേവിക്കുന്ന ദൈവം ആരാ? ജീവനുള്ള ദൈവം. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ചുറ്റുപാടും അനേക വ്യക്തികളുണ്ട്. എന്നാൽ അവരൊക്കെ അറിയണം, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം അത് ജീവനുള്ള ദൈവമാണ്. ദാനിയേൽ അപ്രകാരം ജീവിച്ചത് കൊണ്ടും അപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിന്നത് കൊണ്ടുമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്ന് ദാനിയേലിനെ വിളിക്കുവാനായിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടും വേർപാടോടും കൂടെ നാം ജീവിക്കുവാനായിട്ട് തയ്യാറാകണം. പലപ്പോഴും ഈ കാലഘട്ടം എന്ന് പറയുന്നത് നശിച്ചു പോകുവാൻ എളുപ്പമായ ഒരു കാലഘട്ടമാണ്. അത് നമ്മുടെ തലമുറകൾക്കാണെങ്കിൽ ഹല്ലേലൂയ നശിച്ചു പോകുവാൻ കഴിയുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമായി വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവസന്നിധി നിൽക്കുവാൻ നമുക്ക് തയ്യാറാകണം. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രകാരമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്ന് ദാനിയേലിനെ വിളിക്കുമ്പോൾ ദാനിയേൽ പറയുന്നത്, രാജാവേ ആമേൻ ഹല്ലേലൂയ ദീർഘായുസ്സായിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിക്കേ, ആമേൻ ഹല്ലേലൂയ. ആമേൻ പറയുകയാണ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ആമേൻ അവൻ്റെ വായ അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രിയമുള്ളവരെ, ആരാധിക്കുന്ന ദൈവ പൈതലിനെ തകർക്കുവാൻ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ തകർക്കുവാൻ ആമൻ ഒരു അന്ധകാര മണ്ഡലത്തിനും കഴിയുകയില്ല, ഒരു അന്ധകാര ശക്തിക്കും കഴിയുകയില്ല. അവൻ നിന്നെ തകർക്കുവാൻ പൈശാചിക മേഖലകൾ ഉടലെടുക്കുമ്പോൾ നിന്നെ തകർക്കുവാൻ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്നെ തകർത്ത് കളയുവാൻ അവൻ ഒരു കൂട്ടം ജനം ആമേൻ ഹല്ലേലൂയ പദ്ധതി ഒരുക്കിയപ്പോൾ എൻ്റെ കർത്താവ് അത് മുന്നമേൽ കണ്ട് നിനക്ക് വേണ്ടി അവിടെ വഴി തുറക്കുവാനായിട്ടിടയായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, അവൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആമൻ കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വരാം. അത് നിന്നെ തകർക്കുവാനല്ല, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നിന്നെ പണിതെടുക്കാനാണ്. ആമൻ അതിൻ്റെ നടുവിൽ മുഴങ്കാൽ മടക്കി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ആമൻ ദാനിയേലിന് വേണ്ടി സിംഹത്തിൻ്റെ ഗുഹയിൽ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് അതിൻ്റെ വായടച്ചതുപോലെ അവൻ നിനക്കു വേണ്ടി തൻ്റെ ദൂതന്മാരെ അയച്ച് വഴിയൊരുക്കുവാൻ എൻ്റെ ദൈവം മതിയായവനെ. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ, എനിക്ക് വേണ്ടി വഴി തുറക്കുവാൻ എൻ്റെ ദൈവം മതിയായവന്. കഴിഞ്ഞ നാളുകളിലെ കണ്ണുനീരും കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയ്ക്കുമുള്ള മറുപടി അവൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നോക്കിക്കേ, ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ രാജാവ് കയറ്റി. അതിനുശേഷം നമ്മൾ കാണുന്നത്, ആര് ദാനിയേലിന് വേണ്ടി അവിടെ പദ്ധതി ഒരുക്കിയോ, ആര് ദാനിയേലിനെ ഗുഹയിലിടുവാൻ പറഞ്ഞുവോ, ആ വ്യക്തികളെ എല്ലാം അവൻ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് സിംഹം അവരെ തിന്നുകളഞ്ഞതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നിനക്ക് വേണ്ടി ആര് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നുവോ ആമേൻ ദൈവം ആമേൻ ഹല്ലേലൂയ
ഹല്ലേലൂയ. ദൈവം അവരെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിയണം. നമ്മളെ കൊടുക്കുവാനോ അല്ലെങ്കിൽ നമ്മളെ തകർക്കുവാനോ ശത്രു പദ്ധതി ഇടുമ്പോൾ, അവൻ വ്യക്തികൾ പദ്ധതി ഇടുമ്പോൾ അവൻ അത് കണ്ടിട്ട് അത് കേട്ടിട്ട് അതിന് പോയി പ്രതികരിക്കുകയല്ല വേണ്ടത്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നാരെന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പ്രഭാതത്തിൽ ഇന്നത്തെ പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, തകർക്കുവാൻ പദ്ധതികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ അതിനോട് പോയി പ്രതികരിക്കാതെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ, നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? അവൻ 2026 ഈ 6-ാം മാസത്തിൽ ആമൻ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആമേൻ. ഹല്ലേലൂയ. ദാനിയേലിനു വേണ്ടി സിംഹത്തിൻ്റെ ഗുഹയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, സിംഹത്തിൻ്റെ വായടച്ച ദൈവ സാന്നിധ്യം നിനക്കും നിന്റെ തലമുറകൾക്കും നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുത്തുവാൻ അവൻ എൻ്റെ ദൈവം മതിയായവനാണ്. ആയതിനാൽ അവൻ പ്രിയമുള്ളവരെ ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തു. വായിച്ച വേദഭാഗം ഇപ്രകാരമാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ആകുല ചിന്തകൾ എന്തുമായിക്കോട്ടെ, ആമേൻ, നമ്മൾ നമ്മുടെ പേരൻസിനോട് പറയുന്നത് പോലെ തന്നെ നമ്മുടെ യേശപ്പച്ചനോട് പറയുവാൻ തയ്യാറാകണം. അങ്ങനെ നാം പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ടിടയാകും. ആയതിനാൽ ആമേൻ, ആ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനേവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കണം. ഈ വചനം അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിനൊരു അനുഗ്രഹമാക്കി, വിടുതലിന് കാരണമാക്കി കർത്താവ് തീർക്കണം. എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.